ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് കമ്പോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മൾ ഷോപ്പിൽ ഫ്രൂട്ട്സൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന കാണില്ലേ, അതിൻ്റെ ഒരു ട്രേ ആണ്. അതിൻ്റെ ഒരു ട്രേ എന്ന് പറഞ്ഞാൽ വലിയൊരു ട്രേ. ഇതിപ്പോൾ നമുക്ക് ബക്കറ്റിലും ഇങ്ങനെ ചെയ്യാം, പിന്നെ അതേപോലെ ചട്ടിയിൽ ചെയ്യാം. അപ്പം ഞാൻ ഇന്നിവിടെ എടുത്തേക്കുന്നത് ഈ ഒരു ട്രേ ആണ്. അപ്പം ഞാൻ ആദ്യമാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുറച്ച് ഉണങ്ങിയ ഇല ഇവിടെ കുറച്ചേ കിട്ടിയുള്ളൂ, കരിയിലയൊന്നും അധികം കിട്ടിയില്ല. അപ്പം ഞാൻ ആ ഉണങ്ങിയ ഇലകൾ താഴെ ഇട്ടിട്ട്, പിന്നെ ഇഷ്ടം പോലെ പച്ച ഇലയുണ്ട്. പച്ച ഇലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പച്ചക്കറിയുടെ ഗ്രോ ബാഗിനകത്ത് തന്നെ നല്ല പച്ച ഇല, അതിന് നമ്മൾ വളമൊന്നും ഇടേണ്ട നല്ല പച്ച ഇല കിട്ടും. അപ്പോൾ അത് ഞാൻ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. കരിയില ഇല്ലാത്തതുകൊണ്ട് ഉണങ്ങിയ ഇലകളൊക്കെ അടിയിലിട്ടിട്ട് പച്ച ഇല അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തു. ഇത് എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ എൻ്റെ ഒരു മെത്തേഡ് എന്താണെന്ന് ഒന്ന് ഇവിടെ പറയുകയാണ്. അപ്പം ഞാനൊരു 2-3 ദിവസത്തെ കഞ്ഞിവെള്ളം, അതായത് ഒരു 3 ലിറ്ററോളം കാണും, 3-3.5 ലിറ്റർ കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുത്തു. എന്നിട്ട് അതിനകത്ത് ഞാൻ ഒരു അര പാക്കറ്റ് തൈരൊഴിച്ചിട്ട് അത് വീണ്ടും നേർപ്പിച്ചു. എന്നിട്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ, ഈ ഇലയുടെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ടാണ് അതിൻ്റെ മുകളിലാണ് ഞാൻ മണ്ണിടുന്നത്. ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഗ്രോ ബാഗിനകത്ത് വളമുള്ള മണ്ണ് തന്നെയാണ് ഇതിനിട്ട് കൊടുക്കുന്നത്. മണ്ണ് നല്ല പച്ചിലയെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ നല്ല മണ്ണിട്ട് കൊടുക്കണം. എന്നിട്ട് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പച്ചക്കറി മാത്രമല്ല, നമ്മളിവിടെ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റും കൂടാണ് ഞാൻ ഇടുന്നത്. പച്ചക്കറിയുടെ വേസ്റ്റ് മാത്രമല്ല, ചോറിൻ്റെ വേസ്റ്റ്, അതേപോലെ മീനിൻ്റെ മുള്ള് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഇടുന്നത്. ഇങ്ങനെ എല്ലാ വേസ്റ്റും കൂടെ ഇടുമ്പോൾ കമ്പോസ്റ്റായി വരാൻ ഒരു 3-4 ആഴ്ചയെങ്കിലും പിടിക്കും. എന്നിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുക്കണം. ചകിരിച്ചോറ് ഫുള്ളായിട്ട് ഈ വേസ്റ്റെല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചകിരിച്ചോറ് ഇട്ട് കൊടുക്കാൻ. അതേപോലെ ഇതിനകത്ത് മഴവെള്ളം വീഴരുത്, വെള്ളം ഒന്നും ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് അടച്ച് വേണം വയ്ക്കാൻ. ഇതേപോലെ ഒരു 2 ആഴ്ച മുന്നേ ഇട്ട വേസ്റ്റാണ് ഈ ബക്കറ്റിലുള്ളത്. അത് ഒരുമാതിരി കമ്പോസ്റ്റായി വരുന്നതേ ഉള്ളൂ. ഇത് അടച്ചാണ് വെക്കുന്നത്. ഇതാണ് ഞാൻ എൻ്റെ പച്ചക്കറികൾക്കെല്ലാം ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ വെളിയിൽ നിന്ന് ഇപ്പം വളമൊന്നും വാങ്ങിക്കാറില്ല. നേരത്തെ ഞാൻ വളമൊക്കെ എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള വളം വാങ്ങിക്കുമായിരുന്നു. ഇപ്പോൾ ഈ വളമാണ് പച്ചക്കറികൾക്കെല്ലാം യൂസ് ചെയ്യുന്നത്. അടുക്കള വേസ്റ്റൊന്നും വലിച്ചെറിയാതെ നമുക്ക് സ്വന്തമായിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതേപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത നല്ല ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.